നമസ്കാരം. അപ്പോൾ നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷങ്ങളാണ്. അപ്പം ഇന്നൊരു വലിയ ഡ്രയറായിട്ട് കയറ്റിട്ട് ഞാൻ അങ്ങനെ നിന്നാൽ നെഗറ്റീവിൻ്റെ ഡ്രയർ ഇതിൽ നമ്മൾ തേങ്ങ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 തേങ്ങ 2000 പീസ് കൊള്ളുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ്. പക്ഷേ നമ്മൾക്ക് തേങ്ങ ഉണക്കാനല്ല അത് കൊണ്ടുപോകണത്, ഇത് പിന്നെ മീൻ ഉണക്കാനാണ് കൊണ്ടുപോകണത്. ആലപ്പുഴയൊക്കെ കൊണ്ടുപോകണത് കുട്ടനാട്ടിലേക്ക്. അവിടെ ഈ താറാവിൻ്റെ തീറ്റ ഉണ്ട്. അപ്പം ചെറുകിട മീനുകൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ്. ഇത് ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്. 6 അടി ഹൈറ്റും 4 അടി വീതിയും ഒരു 4 അടി നീളമുള്ള ഒരു ഡ്രയറാണിത്. ഏകദേശം 12 24 ട്രേ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേപോലെ ട്രേയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഇടത്തരം നെറ്റ് അടിച്ചിട്ട് നമ്മൾ അലുമിനിയം നെറ്റാണ് ഇതിൽ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം ആ എല്ലാ ട്രേയിലും ഇങ്ങനത്തെ അലുമിനിയം നെറ്റ് അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് അടിച്ചു കൊടുക്കാത്തത് പിന്നെ നമുക്ക് അതിൽ വിരിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പോൾ അത് അടിച്ചിട്ടില്ല, ഫിക്സഡ് അല്ല, ഇതിൽ നമ്മൾ വിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം പിന്നെ ഇതിപ്പോൾ ഓണിലാണ്. ഏകദേശം 4 നല്ല ചൂടാണ് ഇവിടെ നിൽക്കാൻ. 4 ഫാന ഈ സൈഡിലും അതുപോലെ തന്നെ 4 ഫാന ഈ സൈഡിലും. അപ്പോൾ ഈ സൈഡിൽ 4 ഫാനുണ്ട്, ഈ സൈഡിൽ 4 ഫാനുണ്ട്. അങ്ങനെ 8 ഫാനാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 12 ട്രേ ഈ സൈഡിൽ വരുന്നുണ്ട്, ഒരു 12 ട്രേ ഈ സൈഡിലും വരുന്നുണ്ട്. അങ്ങനെ 24 ട്രേന് പിന്നെ ഈ ഇന്നത്തെ ഈ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ. ഒരു ഏകദേശം നമ്മൾ തേങ്ങ ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 പീസ് തേങ്ങ ഉണക്കുക. അതുപോലെ തന്നെ നമ്മളെ ബോഡി 3 ലെയറിലാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് ഹെവി വീല് വെച്ചിട്ടുണ്ട്, നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഒട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ ആലപ്പുഴ കുട്ടനാട്ടിലേക്കാണ് നമ്മൾ ഡ്രയർ കൊണ്ടുപോകുന്നത്. നമ്മളെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ്, പൊന്നാനി റോഡിലാണ്. അപ്പോൾ നമ്മളെ ആവശ്യക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മളെ ഈ ഡ്രയറിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹൈറ്റ് കൂടി കാരണമായിട്ട് ഇത് മുകളിലല്ല കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ നിന്നാൽ വലത്തെ സൈഡിൽ നമുക്ക് ചെയ്യാവുന്ന സൗകര്യത്തിലാണ് ഇതിൻ്റെ പിന്നെ പാനൽ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്.